തങ്ങൾ ഉൾക്കൊള്ളുന്ന, തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയെടുക്കും. പ്രവാചകന്മാരെ പോലെ അവർ വന്ന ആ കാലഘട്ടത്തെ തങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കും. അന്ത്യപ്രവാചകർ തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മതേതര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉദാഹരിക്കുവാൻ കഴിയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാനായ ഗാന്ധിജിയെ പോലെ സ്വാതന്ത്ര്യ സമരം ഒരു പ്രത്യേകമായ രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു ഘട്ടത്തിൽ അഹിംസയിലൂടെ, സ്നേഹത്തിലൂടെ, ഉന്നതമായ ദർശനങ്ങളിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മഹാനായ ഗാന്ധിജിയെ പോലെ അവരൊക്കെ യുഗസൃഷ്ടികളായിരുന്നു. യുഗസൃഷ്ടികൾ. അവർ പ്രതിഭാധരരാണ്. അവർ പ്രതിഭകൾ കൊണ്ട് സമൂഹത്തിൽ സ്ഥാനം നേടിയവരാണ്. അവർ ഈ സമൂഹത്തിൽ വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചവരാണ്. മറ്റൊരു വിഭാഗം പ്രതിഭകളുണ്ട്. ആ പ്രതിഭകളാകട്ടെ തങ്ങളുടെ സാഹചര്യങ്ങളെ പ്രായോഗികമായ രീതിയിൽ ഉൾക്കൊണ്ട് കാലഘട്ടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ആ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുന്ന രീതിയിലുള്ള ചില പ്രതിഭകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ വലിയ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരാളായി മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രായോഗിക ജീവിതത്തിൽ പക്വതയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യന്റെ ജീവിതം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പഠനാർഹമായ ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് സാഹചര്യങ്ങളെ പോലും ഉപയോഗപ്പെടുത്തുവാൻ തയ്യാറാകുന്നില്ല. പുതിയ വിദ്യാർത്ഥികൾ അവരുടെ നല്ല സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ അവർ തയ്യാറാകുന്നില്ല. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ പഠനങ്ങളും ചില പ്രത്യേകമായ വൃത്തങ്ങൾക്കുള്ളിൽ അവർ ഒതുക്കിയിരിക്കുകയാണ്. വിശാലമായിട്ട് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. വിശാലമായിട്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു ചെല്ലുവാനും പ്രവർത്തനങ്ങളുടെ മേഖലയിൽ കടന്നു ചെന്ന് ഈ സമൂഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവർക്ക് സാധിക്കുന്നില്ല. അത് ഈ കാലഘട്ടത്തിന്റെ ഒരു പരാജയമാണ്. കാലഘട്ടത്തിന്റെ ഒരു പരാജയമാണത്. സ്വന്തം കാര്യങ്ങളിൽ, സ്വന്തം താല്പര്യങ്ങളിൽ, അതിനപ്പുറത്തേക്ക് ഹൃദയബന്ധം സൂക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ചിന്തയോ പ്രവർത്തനമോ ഉണ്ടാകാത്ത ഒരു ഭയാനകമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് പുതിയ തലമുറ കടന്നു ചെല്ലുന്നു എന്നത് നിഷേധിക്കുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. പഠന രീതികളും ആ രീതിയിൽ തന്നെയാണ്. പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളും പഠിപ്പിക്കപ്പെടുന്ന സിലബസുകളും ആ രീതിയിൽ തന്നെയാണ്. കശ്മീരിനെ കുറിച്ച് പഠിപ്പിക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥി അവൻ കശ്മീരിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് പഠിക്കുവാനാണ് ശ്രമിക്കുന്നത്. കശ്മീരിയെ കുറിച്ച് പഠിക്കുവാൻ അവന് സാധിക്കുന്നില്ല. പഞ്ചാബിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പഞ്ചാബിലുള്ള 5 നദികളെ കുറിച്ച് അവൻ പഠിക്കുന്നു. പഞ്ചാബികളെ കുറിച്ച്, അവിടെ ജീവിക്കുന്ന സിഖുകാരെ കുറിച്ച്, അവർ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി നൽകിയ കാര്യങ്ങളെ കുറിച്ചൊന്നും അവർ പഠിക്കുന്നില്ല. കേരളത്തെ കുറിച്ച് പഠിക്കുമ്പോഴും ഭൂപടത്തിൽ നിന്ന് ഇന്ത്യയെ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ ഈ നവയുഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഡിഗ്രിക്ക് ചേരാൻ വേണ്ടി ചെന്ന ഒരു വിദ്യാർത്ഥിയോട് കോളേജിന്റെ സമർത്ഥനായ പ്രിൻസിപ്പൽ ചോദിച്ചുവത്രേ, യു നോ ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ എവിടെയാണെന്ന് നിനക്കറിയുമോ? പ്രിൻസിപ്പാളിന്റെ റൂമിൽ തൂക്കിയിട്ടിരുന്ന, ചുമരിൽ തൂക്കിയിട്ടിരുന്ന ഭൂപടത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തികളിലൊന്നായ ബംഗാൾ ഉൾക്കടൽ ആ വിദ്യാർത്ഥി കാണിച്ചു കൊടുത്തു. തന്റെ റൂമിന്റെ വിരിമാറ്റിക്കൊണ്ട്, ജനലിന്റെ വിരിമാറ്റിക്കൊണ്ട് ആർത്തലക്കുന്ന തിരമാലകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ ചോദിച്ചു, ഈ കടൽ ഏതാണെന്ന് നിനക്കറിയുമോ എന്ന്. ആ കുട്ടി പറഞ്ഞു, എത്രേ എനിക്കറിയില്ല. ഭൂപടത്തിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ കാണിച്ചു കൊടുത്ത ആ കുട്ടിക്ക് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്താണ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എന്ന സാമാന്യ വിവരം ഇല്ലായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ തങ്ങളുടെ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി പുതിയ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് വലിയ ഒരു സമൂഹത്തിന്റെ നായകനായി മാറിയ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ മാതൃകകൾ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളേറെ പഠിക്കുവാൻ തയ്യാറാകണം. CHന്റെ വളർച്ച പഠനാർഹമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുവല്ലോ, CH മുഹമ്മദ് കോയ ജനിച്ചത് വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടായിരുന്നില്ല. വളരെ പാവപ്പെട്ടവനായി, ആലി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മൊല്ലാക്കയുടെ പുത്രനായി. അദ്ദേഹം ജനിക്കുന്നത് അത്തോളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു.
പക്ഷെ അദ്ദേഹം വളർന്നു വരുന്ന ആ സന്ദർഭത്തിൽ തന്നെ വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ഒരു ആയുർവേദ ഡോക്ടറാക്കുവാനായിരുന്നു ഇത്രയും അഭിലഷിച്ചിരുന്നത്. അദ്ദേഹം പിൽക്കാലത്ത് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആയുർവേദ ഡോക്ടർമാരുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യമാണത്. അദ്ദേഹം അന്ന് ആ ഡോക്ടർമാരെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത്രേ. ആയുർവേദ ബിഷഗ്വരന്മാർ അവരുടെ പ്രാഥമിക പാഠങ്ങളിൽ പഠിക്കുന്ന സംസ്കൃത ശ്ലോകങ്ങൾ വളരെ മനോഹരമായി പാടി അതിന്റെ വിശാലമായ അർത്ഥങ്ങൾ പറഞ്ഞുകൊണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് പ്രസംഗിച്ചു ഇത്രേ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം തന്റെ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി. ആ കൊച്ചുബാലൻ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടു. ആ സ്വപ്നങ്ങൾക്കനുസൃതമായി അദ്ദേഹം സഞ്ചരിച്ചു. അദ്ദേഹത്തിന്റെ ലോകം തുഷാഹി ഹേ പർവാസ് ഹേ കാം തേരാ തെരേ സാമിനെ ആസ്മ ഔർ ബി ഹേ. എന്റെ മുമ്പിൽ ഇനിയും ആകാശങ്ങളുണ്ട്. ഈ വിശാലമായ ആകാശത്തുകൂടെ പറന്നുയരേണ്ട ഒരു രാജകിളിയാണ് ഞാൻ എന്ന ബോധം CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഹൃത്തടങ്ങളിൽ ഉണ്ടായിരുന്നു. 1930കളിൽ നടന്ന വളരെ രസകരമായ ഒരു സംഭവം CH മുഹമ്മദ് കോയ സാഹിബിന്റെ ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നു. അന്ന് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ 1930കളിൽ സ്കൂളുകളിൽ തുടക്കത്തിൽ 2 ബെല്ലടിക്കുമായിരുന്നു ഇത്രേ. ആദ്യ ബെല്ല് കഴിഞ്ഞ് മറ്റൊരു ബെല്ല്, കുറച്ചു സമയം കഴിഞ്ഞാൽ മറ്റൊരു ബെല്ലടിക്കും. ഈ രണ്ടാമത്തെ ബെല്ല് കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഉറക്കെ വന്ദേ മാതരം പാടണം. അല്ലെങ്കിൽ വന്ദേ മാതരം പാടുമ്പോൾ നിശബ്ദരായിട്ട് നിൽക്കണം. CH മുഹമ്മദ് കോയ സാഹിബ് ഒരു ദിവസം തുർക്കിത്തൊപ്പിയും വെള്ള വസ്ത്രവും ധരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് സ്ഥിരമായിട്ട് കടന്നു വന്ന് എല്ലാ ദിവസവും വന്ദേ മാതരം ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്ന CH അന്ന് എഴുന്നേറ്റ് നിന്നില്ല. ആ കൊച്ചുബാലൻ, അദ്ദേഹത്തിന്റെ അധ്യാപകൻ ഗോപാലൻ മാഷായിരുന്നു. ഗോപാലൻ മാഷ് വല്ലാതെ ദേഷ്യപ്പെട്ടു. എന്തേ എഴുന്നേറ്റ് നിൽക്കാത്തത് എന്ന് ചോദിച്ചു. CH മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ആ ചെറിയ ബാലൻ അവിടെ വെച്ച് പറഞ്ഞ മറുപടി, എന്റെ നേതാവായ ഖായിദെ ആസം, എന്റെ നേതാവായ മുഹമ്മദ് അലി ജിന്ന സാഹിബിന്റെ കൽപ്പനയുണ്ട്, വന്ദേ മാതരം മുസ്ലിങ്ങൾ പാടരുതെന്ന്. അത് ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ടത് പാടുവാനും അത് പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുവാനും പ്രിയപ്പെട്ട മാഷേ ഞാൻ തയ്യാറല്ല എന്ന് വളരെ വിനയത്തോടുകൂടെ അധ്യാപകനോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നാൽ മുഹമ്മദ് കോയ പുറത്തേക്ക് പോകണം. അദ്ദേഹം പുറത്തുപോയി. അദ്ദേഹത്തിന്റെ നേതാവിന്റെയും ഈ അധ്യാപകന്റെയും കൽപ്പന ഒരേ സമയം അദ്ദേഹം അനുസരിച്ച ഒരു സംഭവം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വാധീനം, ഇവിടെ പ്രഭാഷകന്മാര് സൂചിപ്പിച്ച പോലെ, കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈക്ഷണികമായും അവർക്ക് ആത്മീയമായും നേതൃത്വം നൽകിയ വലിയ ഒരു മനുഷ്യൻ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളായിരുന്നു. അദ്ദേഹം CHൽ വല്ലാതെ സ്വാധീനം ചെലുത്തി. കാരണം ബാഫഖി തങ്ങൾ ഒരു വിജ്ഞാന സ്നേഹിയായിരുന്നു, വിജ്ഞാന കുതുകിയായിരുന്നു. മതപരമായി മുസ്ലിം സമുദായം വിദ്യാഭ്യാസം നേടണം എന്ന താല്പര്യത്തിനൊപ്പം ഭൗതികമായും മുസ്ലിം സമുദായത്തിലെ വിദ്യാർത്ഥികൾ ഉയർന്നു വരണം എന്ന ഒരു താല്പര്യമുണ്ടായിരുന്നു മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക്. അത് വെറുതെയല്ല, അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ദർശനമാണ്. ഇസ്ലാമാണല്ലോ ലോകത്ത് വിജ്ഞാനങ്ങളെ പരിചയപ്പെടുത്തിയത്. വിജ്ഞാനത്തിന്റെ മുഴുവൻ മേഖലകളെയും ലോകത്തിന് തുറന്നിട്ട് കൊടുത്തത്, വിജ്ഞാനത്തിന്റെ വിഹായസ്സുകൾ, വിജ്ഞാനത്തിന്റെ കവാടങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മുസ്ലിം സമുദായമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് യൂറോപ്യന്മാർ അതിന്റെ പാറ്റന്റ് ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. യൂറോപ്യന്മാർ കാസ്പിയൻ കടൽ തീരങ്ങളിൽ കക്കവാരി കളിച്ചിരുന്ന ഒരു കാലത്ത് മാൽക്കം എക്സ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നുണ്ട്, ഒന്നും അറിയാതെ യൂറോപ്യന്മാർ ഗുഹകളിൽ വസിച്ചിരുന്ന കാലത്ത് കറുത്ത മനുഷ്യർ, മരുഭൂമികളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ, അവർ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി, അവർ വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, അവർ വലിയ വലിയ പണ്ഡിതന്മാരായി. ആ പാണ്ഡിത്യത്തിന്റെ ഭാവങ്ങളും രൂപങ്ങളുമാണ് പിൽക്കാലത്ത് യൂറോപ്പിലേക്ക് എത്തിയത് എന്ന് മാൽക്കം എക്സ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നുണ്ട്. ഏത് വിജ്ഞാന ശാഖ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ,
പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യ കൽപ്പന പോലെ